ഇതേ സൗന്ദര്യം നിങ്ങളുടെ മനസ്സിനുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇപ്പോഴത്തെ ഒരു പെരുമാറ്റം കണ്ടിട്ട്. അത് റോസാപ്പൂവിന്റെ ലുക്കും സ്വഭാവം ഒരു കാടത്തിയുടെയും ഒരിക്കലല്ല. ശരിക്കും താങ്കൾ ഒരു ഈ പറയുന്ന പോലെ ദാനശീലയാണോ? തീർച്ചയായിട്ടും. ഷോ ഡയറക്ടറെ നല്ല ചീത്തയും പറഞ്ഞിട്ട് ഒരിക്കലും ഇല്ല. പക്ഷെ എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് വളരെ സ്പെഷ്യലാണ്. എന്റെ ആരികയാണ് ആങ്കർ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് മണ്ടത്തരങ്ങളൊന്നും വിളിച്ച് പറയരുത് എന്നുള്ളത്. നിങ്ങൾക്ക് രണ്ട് മുഖങ്ങളുണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കും? എനിക്ക് ഒറ്റ മുഖേ ഉള്ളൂ. ഈ കാണുന്നതാണ് ജാസ്തി, അല്ലെങ്കിൽ ആ വീഡിയോസിൽ നിങ്ങൾ കാണുന്നതാണ് ജാസ്തി. ഫേസ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുന്നത് എനിക്ക് ഒറ്റ ഫേസേ ഉള്ളൂ. വീഡിയോസിൽ ഞാൻ കാണിക്കുന്ന ആ കുട്ടിത്തം, ആ പൊട്ടത്തരം ഒക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അല്ലെങ്കിൽ എന്നെ പൊതുസമൂഹത്തിൽ കണ്ട് വിലയിരുത്താറുണ്ട്. ജാസി ഭയങ്കര അഹങ്കാരിയാണ്, ജാസി ഭയങ്കര ഹെഡ് വെയിറ്റ് ആണെന്നൊക്കെ. ഹെഡ് വെയിറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും ഹെഡ് വെയിറ്റ്? ഞാനൊരു ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആ ആൽബത്തിൽ അഭിനയിക്കുമ്പോൾ ആ ഡയറക്ടർ അടുത്തോട് പറഞ്ഞു, ജാസി എങ്ങനെയാണ് പറയുന്നത്, എന്തിനാ? ഒരിക്കലും അല്ല. അത് ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ആശി ചെറിയ കുട്ടിയൊന്നല്ലല്ലോ. ഏറ്റവും പ്രധാനമായി വരുന്ന കമന്റുകളിലൊന്നും ശരിക്കും നിങ്ങൾ ആശിയെ കൂടെ കൊണ്ട് നടക്കുന്നത്. അപ്പോഴും ആശി എന്റെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം പർപ്പസ്ഫുള്ളി ഒരു ആയിട്ട്, അതായത് ഒരു സംഭവമായിട്ടാണോ ആശയ നിങ്ങൾ? അത് ഈ പാപ്പരാശികൾ പറഞ്ഞുണ്ടാക്കുന്ന കുറെ കഥകൾ നാട്ടുകാരെ പൊട്ടന്മാരാക്കുവാണോ? എനിക്ക് നാട്ടിൽ പൊട്ടന്മാരാക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പൊ കുറെ അത് വേറൊരു സ്ത്രീയുടെ ബെഡ് സ്പേസിൽ നിങ്ങൾ അയാളെ ഒരാളും സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അത് സോഷ്യൽ മീഡിയ വന്നിരുന്നു വളരെ വൃത്തികെട്ട ഭാഷയിൽ അതിനെ കുറിച്ച് ഓപ്പൺ ആയിട്ട് പറയുന്നു. എന്ത് വളർന്നിട്ട് കണ്ടത്? എന്റെ പറഞ്ഞിട്ടില്ല. എനിക്കത് പറയാൻ ഇച്ചിരി, അതായത് ഈ ജാസി എന്റെ കൂടെ നടന്നു, എന്നെ ചെയ്തു, മറ്റത് ചെയ്തു, മറിച്ച് എന്നെ ഉപയോഗിച്ചു. പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ട് ജസി ഒരു മിനിറ്റ് ഒന്ന് പുറകിലോട്ട് തിരിയാമോ? ജസ്റ്റ് പുറകോട്ട് നോക്കാമോ? നല്ല മുല്ലപ്പൂ. അത് കാണാൻ. അതെ, കാരണം ഞാൻ നിങ്ങൾ വന്നപ്പോൾ നിങ്ങളുടെ അറ്റയർ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ നല്ല മുല്ലപ്പൂ ഒക്കെ വളരെ സുന്ദരിയായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇതേ സൗന്ദര്യം നിങ്ങളുടെ മനസ്സിനുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇപ്പോഴത്തെ ഒരു പെരുമാറ്റം കണ്ടിട്ട്. അതായത് റോസാപ്പൂവിന്റെ ലുക്കും സ്വഭാവം ഒരു കാടത്തിയുടെയും. ഒരിക്കലല്ല. എന്നെ പേഴ്സണലി അറിയുന്നവർക്ക് അറിയാം, ഞാൻ ഭയങ്കര എന്താ പറയുക, സോഫ്റ്റ് ആയിട്ട് എല്ലാവരും ബിഹേവ് ചെയ്യുന്ന, എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ട് എല്ലാവരെയും ഭയങ്കര ഇതായി നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. എനിക്ക് നെഗറ്റീവിനെക്കാളും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക, പോസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളിൽ പോവുക, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, അതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. ശരിക്കും ജസി പറയാറുണ്ട്, ഞാൻ മറ്റുള്ളവരെ കണ്ണീര് കണ്ട് കരയുന്ന ഒരാളാണ്, അവരുടെ ജീവൻ നശിക്കണമെന്ന് ആഗ്രഹിക്കത്തില്ല. ശരിക്കും താങ്കൾ ഒരു ഈ പറയുന്ന പോലെ ദാനശീലയാണോ? തീർച്ചയായിട്ടും. ദാനശീല എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്ന രീതിയിൽ പലരും സഹായിക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ വലിയ ദാനശീല അങ്ങനെയൊന്നുമില്ല. എന്റെ പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാവരെയും സഹായിക്കാറുണ്ട്. എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ കുറെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ പേഴ്സണലി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ കഴുത്തിൽ കിടക്കുന്ന ആ ലോക്കറ്റ് കണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നുന്നുണ്ട്. അതെനിക്ക് തരുമോ? ഈ മാല തരാൻ പറ്റുമോ? അതെ, തീർച്ചയായിട്ടും തരും. ഓ, അത്രയ്ക്ക് മൈൻഡ് വിശാല ഹൃദയമാണോ? ഇത് ഗോൾഡ് അല്ല കേട്ടോ. ഓ, അതുകൊണ്ടായിരിക്കും. അല്ല, ഗോൾഡ് അല്ല. പക്ഷെ എനിക്ക് ഇത് ഭയങ്കര ഒരു എന്റെ പേഴ്സണൽ ഒരു ഫ്രണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത സാധനം. പക്ഷെ ഞാൻ ഇത് ശാരിക ചോദിച്ചാൽ ശാരിക തരും. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ക്യാമറയുടെ മുമ്പിലായതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയാം? ഒരിക്കലും അല്ല. ഇത് കഴിയുമ്പോൾ എന്റെ വലിച്ചു വാങ്ങിച്ചിട്ട് പോകത്തില്ല. ഷോ ഡയറക്ടറെ നല്ല ചീത്തയും പറഞ്ഞിട്ട്? ഒരിക്കലും ഇല്ല. ശാരികയ്ക്ക് ഈ മാല വേണമെങ്കിൽ ഞാൻ മാല തരും. നിങ്ങൾക്ക് രണ്ട് മുഖങ്ങളുണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കോ? തീർച്ചയായിട്ടും നിഷേധിക്കും. എനിക്ക് ഒറ്റ മുഖേ ഉള്ളൂ. ഈ കാണുന്നതാണ് ജാസി, അല്ലെങ്കിൽ ആ വീഡിയോസിൽ നിങ്ങൾ കാണുന്നതാണ് ജാസി. അതിനപ്പുറത്തേക്ക് ജാസിയുടെ ഫേസ് ഡബിൾ ഫേസ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുന്നത് എനിക്ക് ഒറ്റ ഫേസേ ഉള്ളൂ. വീഡിയോസിൽ ഞാൻ കാണിക്കുന്ന ആ കുട്ടിത്തം, ആ ഒരു കോമാളിത്തരം, ആ ഒരു പൊട്ടത്തരം ഒക്കെ ഉള്ളൊരു വ്യക്തി തന്നെയാണ് ഞാൻ. എനിക്ക് ഭയങ്കര എല്ലാവരെയും ചിരിപ്പിക്കുക, എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നുള്ളൊരു ഇതാണ് എനിക്കുള്ളത്. അല്ലെങ്കിൽ ആരോടും പേഴ്സണലി ഒരു ഗ്രഡ്ജ് വെക്കുക, അല്ലെങ്കിൽ പേഴ്സണലി എല്ലാവരും ഇങ്ങനെ എന്താ പറയുക ഒരു പുച്ഛത്തോടെ നോക്കുക, അത് എനിക്ക് ഒട്ടും പറ്റാത്ത കാര്യമാണ്. പലരും എൻ്റെ വീഡിയോ കണ്ട് അല്ലെങ്കിൽ എന്നെ പൊതുസമൂഹത്തിൽ കണ്ട് വിലയിരുത്താറുണ്ട്, ജാസി ഭയങ്കര അഹങ്കാരിയാണ്, ജാസി ഭയങ്കര ഹെഡ് വെയിറ്റ് ആണെന്നൊക്കെ. പക്ഷെ പേഴ്സണലി അങ്ങനെയല്ല. ഞാൻ ഭയങ്കര എല്ലാവരോടും ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്ത് ഹാപ്പി ആയിട്ട് മിങ്കിൾ ചെയ്യുന്ന ഒരു പേഴ്സണാണ് ഞാൻ. ഓ, ഹെഡ് വെയിറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും ഹെഡ് വെയിറ്റ്? എനിക്കറിയില്ല, ആൾക്കാർ പറയുന്നതായിരിക്കും ജാസിക്ക് ഭയങ്കര ഹെഡ് വെയിറ്റ് ആണ്. കാരണം ഞാൻ പേഴ്സണലി അത് കുറെ ആൾക്കാരെ ഭാഗത്തു നിന്ന് കേട്ടിട്ടുണ്ട്. ജാസിനോട് സംസാരിക്കാൻ പലർക്കും പേടിയാണ്. ജാസി സംസാരിക്കാൻ വന്ന ജാസിക്ക് എന്തെങ്കിലും ജാസിനോട് സംസാരിക്കാൻ ഞങ്ങൾക്ക് പേടിയാണ്. ഈവൻ ഞാനൊരു ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആ ആൽബത്തിൽ അഭിനയിക്കുമ്പോൾ ആ ഡയറക്ടർ എടുക്കാനോട് പറഞ്ഞു, ജാസിനെ ഈ ആൽബത്തിൽ വിളിക്കാൻ ഞങ്ങൾക്ക് പേടിയായിരുന്നു, ജാസി എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളത്. ഞാൻ പറയുന്നത് എന്തിനാ എന്നെ പേടിക്കുന്നത്? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ആശയെ ഇങ്ങനെ പേടിപ്പിച്ചാണോ കൂട്ടത്തിൽ നിർത്തി? ഒരിക്കലും അല്ല.
അത് ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ആഷിനെ പേടിപ്പിച്ച് നിർത്തേണ്ട ഒരു ആവശ്യം എന്താ ഉള്ളത്? രണ്ടാളും സ്നേഹിക്കുന്നുണ്ട്, രണ്ടുപേരും ഈക്വലി സ്നേഹമാണെന്നുണ്ടെങ്കിൽ ആഷി ചെറിയ കുട്ടിയൊന്നല്ലല്ലോ പിടിച്ചിങ്ങനെ വെക്കാനും അല്ലെങ്കിൽ പേടിപ്പിച്ച് വെക്കാനുമായിട്ട്. അതായത് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ തിരക്കാണ്, സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ നിങ്ങളുടെ കണ്ടന്റ്സ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും പ്രധാനമായി വരുന്ന കമന്റുകളിലൊന്ന് ശരിക്കും നിങ്ങൾ ആഷിയെ കൂടെ കൊണ്ട് നടക്കുന്നത് ഒരു കണ്ടന്റ് ക്രിയേഷനുള്ള ഒരു കണ്ടന്റ് ആയിട്ടാണെന്നാണ്. ശരിക്കും അങ്ങനെയാണോ? ആഷിന് ഞാൻ ഇപ്പോഴാണ് ഒന്നും കൂടെ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. പണ്ട് ഞങ്ങൾ യുഎ ഉള്ള സമയത്തും ഞങ്ങൾ വീഡിയോസ് ചെയ്യാറുണ്ട്, ഞങ്ങൾ പുറത്തു പോകാറുണ്ട്, ഞങ്ങൾ ഓരോ എന്താ പറയാ കോമഡികൾ ചെയ്യാറുണ്ട്. അപ്പോഴും ആഷി എന്റെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ആഷി നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളുടെ ലവ് ഓഫ് യുവർ ലൈഫ് എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. ബട്ട് പർപ്പസ്ഫുള്ളി ഒരു ബിസിനസ് മെറ്റീരിയൽ ആയിട്ട്, അതായത് ഒരു കണ്ടന്റ് സംഭവമായിട്ടാണോ ആഷി നിങ്ങൾ? ഒരിക്കലുമില്ല. ഞാൻ എന്റെ എന്താ പറയാ, ആഷി എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് വളരെ സ്പെഷ്യലാണ്. എന്റെ പാർട്ട്ണർ എന്നുള്ള ഒരു കാര്യം മാറ്റി വെക്കുകയാണെങ്കിൽ ആഷി എന്റെ നല്ലൊരു വെൽവിഷറാണ്. എന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളും എനിക്ക് പോയിന്റുകൾ പറഞ്ഞു തരുന്ന വ്യക്തിയാണ്. ഇവൻ ഈ ഇന്റർവ്യൂവിന് വരുമ്പോൾ പോലും ശാരികയാണ് ആങ്കർ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് മണ്ടത്തരങ്ങളൊന്നും വിളിച്ച് പറയരുത് എന്നുള്ളത്. അത്രയും കണ്ണിങ് ആയിട്ട് എന്നെ ഒരു വളരെ പ്ലെയിൻ ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു പേഴ്സൺ ആണ് ആഷി. അല്ലാണ്ട് ആഷിനെ വിറ്റ് ഞാൻ ക്യാഷ് ഉണ്ടാക്കുന്നൊക്കെ അത് ഈ പാപ്പരാസികൾ പറഞ്ഞുണ്ടാക്കുന്ന കുറെ കഥകൾ. അവർ റിയൽ ലൈഫും അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് രണ്ടും വളരെ വ്യത്യാസമാണ്. ഞങ്ങൾ വളരെ റിയൽ ലൈഫ് ആയിട്ട് ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു കപ്പിൾസ് ആണ്. ആഷിനെ വിറ്റ് ക്യാഷ് ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ഇപ്പോ നിങ്ങളെ കുറിച്ച് ജനങ്ങൾ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ആഷി എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോം പുള്ളി സ്ട്രൈറ്റ് ആണ് താങ്കൾ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂവിൽ. അദ്ദേഹത്തിന് നേരെ അതായത് ഞാൻ ആഷിയും തമ്മിൽ സ്ട്രൈറ്റ് ആണെങ്കിലും എന്റെ ഒരു പങ്കാളിയുടെ സെക്സ് ഐഡന്റിറ്റി എന്താണെന്നുള്ളത് എനിക്കറിയാം. മറ്റുള്ള ആൾക്കാരെയും കൂടുതൽ താങ്കൾ പറഞ്ഞാ ഞാൻ പറഞ്ഞു അത് പറയാനുള്ളൊരു ഇത് എനിക്കാണ് കൂടുതലായിട്ട് അറിയാൻ പറ്റുക. ആഷി എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറയുമ്പോൾ ആഷിക്ക് ഈ ട്രാൻസ് എന്താണ് അല്ലെങ്കിൽ മറ്റുള്ള ഇത് എന്താണെന്നുള്ളതൊന്നും അറിയുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ ആഷി ലൈഫിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇത് എല്ലാ കാര്യങ്ങളും അവനക്ക് പറഞ്ഞു കൊടുത്തത്. അപ്പോഴാണ് അവൻ അക്സെപ്റ്റ് ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും തുടങ്ങിയത്. നിങ്ങളുടെ വഴക്കിന് മുമ്പുള്ള കാര്യം. അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും ഒരു ക്യൂർ പേഴ്സൺ ആയിട്ട്, ക്യൂർ എന്താണ് പേഴ്സണാലിറ്റി ആയിട്ടാണ് ഞാൻ ഇപ്പൊ അത് മാറ്റി പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും അങ്ങനെ തന്നെയാണെന്ന്. പക്ഷേ ബൈ ബർത്ത് നിങ്ങൾ അങ്ങനെയാണോ രണ്ടുപേരും? നിങ്ങൾ അങ്ങനെ ആകാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്നത് നാട്ടുകാരെ പൊട്ടന്മാരാക്കുവാണോ? ഒരിക്കലുമില്ല. എനിക്ക് നാട്ടിൽ പൊട്ടന്മാരാക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പൊ കുറെ ആൾക്കാർ പറയാറുണ്ട് ജാസി എന്താണ് പെൺവേഷം കെട്ടി നടക്കുകയാണ്, അല്ലെങ്കിൽ ജാസി ട്രാൻസ് ആണോ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഞാൻ ട്രാൻസ് ആണോ എന്നുള്ളത് എന്റെ ഐഡന്റിറ്റിയാണ്. ഞാൻ എന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്ത വ്യക്തിയാണ്, പേഴ്സണാണ്. അതിന് ആഷിയെ ബലിയാടാക്കുവാണോ ചെയ്യുന്നത്? ഒരിക്കലുമല്ല. ആഷി എന്നെ ഇഷ്ടപ്പെട്ട് എന്റെ കൂടെ നിന്നൊരു വ്യക്തിയാണ്. കാരണം ആഷിക്ക് വാക്കിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അവനൊരു വാക്കേ ഉള്ളൂ. അവൻ ജീവിതകാലം മുഴുവൻ എന്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവും. അത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. തെറ്റിച്ചല്ലോ പുള്ളി, ഒരിക്കലും തെറ്റിച്ചല്ലോ. വേറൊരു സ്ത്രീയുടെ ബെഡ് സ്പേസിൽ നിങ്ങൾ അയാളെ പൊക്കിയെന്നല്ലേ നിങ്ങൾ ലൈവിൽ പറഞ്ഞിരിക്കുന്നത്? അതെ, അത് ഉണ്ടായ സംഭവം തന്നെയാണ്. ഇല്ലാന്ന് ഒരിക്കലും ഞാൻ എവിടെ അങ്ങനെ പറയാൻ പറ്റില്ല, ബിക്കോസ് ജനങ്ങൾ കണ്ടതാണ് നിങ്ങൾ പറയുന്നത്. അതെ, ഞാൻ ഒരിക്കലും തിരിച്ച് പറയുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് അത് എന്താണെന്ന് മനസ്സിലാക്കിയപ്പോ തിരിച്ച് എന്റെ അടുത്തേക്ക് വന്ന വ്യക്തിയാണ്. ഈ നിമിഷം വരെ എന്റെ കൂടെ എല്ലാ കാര്യത്തിനും ഭയങ്കര ബോൾഡ് ആയിട്ട് ഭയങ്കര സപ്പോർട്ടായിട്ട് എന്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എവിടെ പോകുമ്പോഴും എൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ കൈ ചേർത്ത് പിടിച്ച് എന്നെ കൊണ്ട് നടക്കാൻ ഈവൻ ആഷി, അത്രയും എനിക്ക് നന്ദി പറഞ്ഞാൽ തീരില്ല ആ ഒരു വ്യക്തിനോട്. ഈ ആഷി എന്ന് പറഞ്ഞ നിങ്ങളുടെ പാർട്ട്ണർ, അദ്ദേഹം ആദ്യം പോയ സമയത്ത് നിങ്ങൾ ഇത്രയും ലുക്ക് ഒന്നും ആയിരുന്നില്ല. ആക്ച്വലി നിങ്ങൾ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഹോർമോണൽ ചികിത്സ ഒന്നും അന്ന് എടുത്തിട്ടില്ല. ബട്ട് പുള്ളി അതിന് പോയതിനു ശേഷം തിരിച്ചു വന്നപ്പോൾ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ റീയൂണൈറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ മാറാൻ ശ്രമിക്കുന്നു. അതായത് പക്ക ഒരു ലേഡി ആയിട്ടും ലേഡിയുടെ ഒരു സോഫ്റ്റ് സ്കിന്നും അതോടൊപ്പം ഹെയർ ആയാലും കൈകളായാലും എപ്പോഴും ആ ഒരു ബ്യൂട്ടി കോൺഷ്യസ് ആകുന്നു. നിങ്ങൾ ഡ്രസ്സിലും അങ്ങനെയൊക്കെ ആകുന്നു. അപ്പൊ അത് ശരിക്കും ആഷി ഇനി നിങ്ങളെ വിട്ട് വേറൊരു പെണ്ണുങ്ങളുടെ പോകരുന്ന ഉദ്ദേശമാണോ? അങ്ങനെയൊന്നുമല്ല. ഞാൻ യു എ ഉള്ള സമയത്ത് യു എയിൽ ട്രാൻസ് അലൗഡ് അല്ല. അപ്പൊ യു എയിൽ എനിക്ക് നിയമം പാലിച്ചേ പറ്റൂ. അപ്പൊ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് ട്രീറ്റ്മെന്റ് എടുത്ത് പെണ്ണായിട്ടോ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ പോലെ ഡ്രസ്സ് ചെയ്തിട്ടോ എനിക്ക് യു എയിൽ ഒരിക്കലും നടക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ അവിടെ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ അവിടെ എനിക്ക് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് അതിൻ്റെതായിട്ടുള്ള നിയമം പാലിച്ചേ പറ്റൂ. പക്ഷെ നാട്ടിലാവുമ്പോൾ എനിക്ക് അത് കുഴപ്പമില്ല. നാട്ടിൽ നമുക്ക് നമ്മളായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മൾ കേരളം എന്ന് പറയുന്നത്. എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് നാട്ടിലെത്തിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ വിസിബിൾ ആവാൻ, എന്റെ കാര്യങ്ങൾ ചെയ്യാനും എനിക്ക് എന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് എന്റെ രീതിയിൽ നടക്കാനാണെങ്കിലും നാട്ടിൽ പറ്റുന്നുണ്ട്. പക്ഷെ യു എയിൽ ഒരിക്കലും അത് പറ്റില്ലായിരുന്നു. യു എന്ന് വെച്ചാൽ ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തായിരുന്നു. ഹോർമോൺ ട്രീറ്റ്മെന്റ് ഒന്നല്ല, ജസ്റ്റ് ലൈസർ ട്രീറ്റ്മെന്റ് ഒക്കെ ഞാൻ യു എന്ന് ചെയ്തായിരുന്നു. ഹോർമോൺ ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നാട്ടിൽ വന്നിട്ടാണ്. ഓക്കെ, ഈ നാട്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ നാട്ടിൽ വന്നിട്ട് കുറച്ചായി. അപ്പോ ഈ അഷിയുടെ ഫാമിലി, നിങ്ങളുടെ ഫാമിലി, താങ്കളുടെ ജെസ്സിയുടെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്.
ഉണ്ടായിരുന്നു, ഇപ്പൊ ഓക്കെ ആയി. ഇപ്പൊ ഓക്കെ എന്ന് പറയുന്നു. ബട്ട് അതും എല്ലാവരും ഓക്കെ അല്ല, ജസ്റ്റ് കുറച്ചൊക്കെ ആൾക്കാർ മാത്രമേ ഓക്കെ ആയിട്ടുള്ളൂ. പിന്നെ ഉമ്മ എന്ന് പറയുമ്പോൾ ജസ്റ്റ് എന്നെ അത്ര ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഇനിയിപ്പോ എന്തായാലും സ്വന്തം മകനാണല്ലോ. പക്ഷെ എപ്പോഴും എന്റെ ഉമ്മ എന്നെ വിളിക്കുന്നത് മോനെ തന്നെയാണ്, മോളേന്നല്ല മോനെ തന്നെ വിളിക്കുക. അതൊരിക്കലും മാറ്റണമെന്ന് ഞാൻ പറയില്ല, കാരണം അത് ഉമ്മാന്റെ ഒരു പേഴ്സണൽ ഇഷ്ടമല്ലേ. പക്ഷെ ഉമ്മ കുറേയൊക്കെ എന്നോട് പറഞ്ഞ്, എന്റെ വീട്ടിലും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ എന്റെ ഹോർമോൺ ചികിത്സയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, എന്നെ എന്താ പറയാ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്റെ ഹോർമോണിന്റെ എന്തെങ്കിലും പ്രശ്നം നോക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് ഒരു ഡോക്ടറെ വെച്ചിട്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറെ വീട്ടില് പ്രശ്നം, ഈ ബന്ധത്തിലുള്ള പ്രശ്നം, എന്താണ് ഫോൺ വാങ്ങി വെക്കലും വീട്ടിലടച്ചിടലും ഒക്കെ ഞാൻ നേരിട്ടിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടും എനിക്ക് പറ്റൂല, എനിക്ക് എന്റെ ലൈഫ് അവൻ ഇല്ലാണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച് ഞാൻ അവന്റെ കൂടെ വന്ന ഒരു വ്യക്തിയാണ്. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ എന്തായാലും കുറെ പറഞ്ഞു പിന്നെ അവർക്കും ഒരു മടുപ്പായപ്പോൾ പിന്നെ കുറച്ചൊക്കെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ഇപ്പോഴും സ്റ്റിൽ കുറെ ആൾക്കാരൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഉമ്മയൊക്കെ ഇപ്പോൾ കുറച്ചൊക്കെ ഒരു 50-55% ഒക്കെ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പരസ്പരം ആദ്യം സ്നേഹിക്കുന്നു, പിന്നീട് അടിച്ചു പിരിയുന്നു. ആ അടിച്ചു പിരിയുന്ന സമയത്ത് ടിക്ടോക്കിൽ ഒന്ന് കുറച്ച് കാര്യങ്ങൾ ലൈവിൽ പറയുന്നുണ്ടല്ലോ 2 വർഷങ്ങൾക്ക് മുൻപ്. അപ്പൊ അന്ന് കുറെ കാര്യങ്ങൾ ജെസ്സി ലൈവിൽ പറയുന്നുണ്ടായിരുന്നു. അതായത് ഇനി ഒരു ഇങ്ങനെ എന്നെ ഒരുപാട് വളരെ മോശമായ രീതിയിൽ തന്നെ എന്നെ അവനിങ്ങനെ ഉപയോഗിച്ചു. സത്യം പറഞ്ഞാൽ കണക്ക് പറയുന്നില്ല, ഞാൻ അവനെ കൂട്ടത്തിൽ കൊണ്ട് നടന്നില്ല, ചെല്ലും ചെലവും കൊടുത്ത് വളർത്തി. പക്ഷെ അത് കണക്ക് പറയുന്നില്ല എന്ന് താങ്കൾ അതിനകത്ത് പറയുന്നുണ്ട്. എങ്കിലും അത് പറയുന്നുണ്ട്, ഞാനാണ് അവനെ നോക്കിയത്, പക്ഷെ അവൻ എന്നെ ചതിക്കാൻ ശ്രമിച്ചു, ഞാൻ താങ്കൾ കണ്ടുപിടിക്കുകയായിരുന്നല്ലോ. അപ്പൊ ആ സമയത്ത് ഈ ഇദ്ദേഹത്തെ ബ്രേക്കപ്പ് ആയിരുന്നു നിങ്ങൾ തമ്മിൽ. പക്ഷെ പിന്നീട് നിങ്ങൾ റീയുണൈറ്റ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? പിന്നീട് ഈ ബോണ്ട് എന്ന് പറയുന്നത് ചുമ്മാ ഒരു ജാടയ്ക്ക് പറയുന്നത് അതല്ല. പിന്നീട് അത് സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് ഗേങ് തെറ്റിക്കാനുള്ള ഒരു സൈക്കോളജിക് മൂവ് ആയിരുന്നു. അതിൽ ആഷി ട്രാപ്പ് ആയതാണ് സത്യം പറഞ്ഞാല്. ഞങ്ങൾ അല്ല, ഹണി ട്രാപ്പ് അല്ല, UAE-ലുള്ള ഇനിയിപ്പോ അതാണോന്ന് എനിക്ക് അറിയില്ല, അത് വേറെ കാര്യം. UAE-ലുള്ള ഞങ്ങളെ ഫ്രണ്ട്സിന്റെ ലൈവ് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. UAE-ലുള്ള ലൈവ് പലരും പല ലൈവും ഇടാറുണ്ട്. അത് നമ്മൾ അല്ല, താങ്കളുടെ ലൈവ് കണ്ടപ്പോ അങ്ങനെ ഫീൽ ചെയ്യുന്നു. കാരണം ഒരു സ്ത്രീയുടെ മുറിക്കകത്ത് ഞാൻ നിന്നെ കണ്ടുപിടിച്ചു, ഞാൻ കൊട്ടി വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് താങ്കൾ തന്നെയാ പറയുന്നത്, നേരിട്ട് പറയുവാണ്. അത് സത്യമാണ്. ഞാൻ പറഞ്ഞത് ഞാൻ ഒന്നും, അതാണ് ഞാൻ ചോദിച്ചത്, ഹണി ട്രാപ്പ് ആണോ പെട്ടത്? കാരണം ചിലപ്പോൾ ലോല ഹൃദയനാണെങ്കിലോ? അതെ, ആശ അങ്ങനെയാണ്. ആശയുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ആർക്കും ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു മൈൻഡാണ് ആശയ്ക്ക്. നിർത്തിയിരിക്കണോ? ട്വിസ്റ്റ് ചെയ്യാതെ താങ്കൾ മുറുകെ പിടിച്ചിരിക്കും? ഒരിക്കലുമില്ല. നാളെ ആശയുടെ ഉമ്മ വന്നിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് വായെന്ന് പറഞ്ഞാൽ ആശി ഓന്റെ ഉമ്മാന്റെ ഇതുമായിട്ട് പോകാൻ ആശയ്ക്ക് ഉമ്മാനെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ പോകുമായിരിക്കും, പക്ഷെ പോയിട്ട് തിരിച്ചു പോരും. കാരണം അവർക്ക് സ്നേഹത്തിന്റെ വില അറിയാം. ഞാൻ അവനെ എങ്ങനെയാണ് നോക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവനെ ട്രീറ്റ് ചെയ്യുന്നത്, കൊണ്ടു നടക്കുന്നത്, എന്റെ ഫ്രണ്ട്സുകൾക്കും എന്നെ അറിയുന്നവർക്കും അറിയാം. കാരണം അവർ തന്നെ പറയും, ഓ ആശി ഭയങ്കര ഭാഗ്യവാനാണ്, ആശി അത്രയും നന്നായിട്ടാണ് ആശിനെ നോക്കുന്നത്. സ്റ്റിൽ ഞാൻ അങ്ങനെ തന്നെ നോക്കുന്നത്. അത് ഞാനെന്നല്ല, ചിലപ്പോൾ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ പാർട്ട്ണറെ അത്രമേൽ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മുടെ ലൈഫിന്റെ പകുതി കൊടുത്തിട്ട് അവരെ സ്നേഹിക്കും, അല്ലെങ്കിൽ അവരെ നോക്കും. അത് റിയൽ ആയിട്ടുള്ള കാര്യം. ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഞാൻ പരിശുദ്ധ പ്രണയം തന്നെയാണോ? തീർച്ചയായിട്ടും. കാരണം ഒരു കാര്യം തിരിച്ച് ചിന്തിച്ചു നോക്കണം. ഞാൻ ഒരു ട്രാൻസ് വുമൺ ആണ്. ഞാൻ പുറത്തുനിന്ന് ഒരുപാട് കളിയാക്കൽ, കുണ്ടൻ, ചാന്തുപൊട്ട്, 9 അങ്ങനെ ഇങ്ങനെയുള്ള പല കളിയാക്കലും നേരിടുന്ന ഒരു വ്യക്തിയാണ്. സ്റ്റിൽ ആഷി എന്ന് പറയാൻ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകാത്ത വ്യക്തിയാണ്. ആഷി ഇപ്പൊ ഒറ്റയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ ആരെങ്കിലും ആഷിനെ കുണ്ടൻ എന്ന് പറയോ, അല്ലെങ്കിൽ കോളിക്കല്ലിക്കാരെന്ന് പറയോ? ഇല്ലല്ലോ. എന്റെ കൂടെ വന്നതിന് ശേഷമാണ് ആഷിയും കൂടി നെഗറ്റീവ് വന്നത്. അപ്പൊ അത്രമേൽ നെഗറ്റീവ് ഉണ്ടായിട്ട് പോലും ആഷി എന്റെ കൈ ചേർത്ത് പിടിച്ച് ഇത്രയും സമൂഹത്തിന് മുമ്പിൽ ഭയങ്കര, ചില ആൾക്കാരുണ്ട് ട്രാൻസിനെ സ്നേഹിക്കും, പക്ഷെ അവർ സമൂഹത്തിന് മുമ്പിൽ വരില്ല. അവരെ സ്നേഹിക്കും, അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും, പക്ഷെ സമൂഹത്തിന് മുമ്പിൽ വരാത്ത കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ആഷി എന്ന് പറഞ്ഞ വ്യക്തി സമൂഹത്തിന് മുമ്പിൽ എന്നെ കൈ ചേർത്ത് പിടിച്ച് നടക്കുന്ന വ്യക്തിയാണ്. ഇത്രയും പരിഹാസിക്കുന്ന ആൾക്കാർ എന്നെ കളിയാക്കുമ്പോഴും അവന് അതെല്ലാം നെവർ മൈൻഡ് ആയിട്ട് എന്റെ കൂടെ നടക്കുന്നത് കൊണ്ട്, പിന്നെ അവർക്ക് അത്രയും ഞാൻ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അത് എനിക്ക് എന്റെ മനസാക്ഷിയോടുള്ള ഒരു കുത്തല്ലേ. കാരണം എന്നെ അത്രയും ട്രീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തി, അത്രയും ആൾക്കാരുടെ മുമ്പിൽ കൈ ചേർത്ത് പിടിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ കുറച്ച് എന്റെ ത്യാഗങ്ങൾ ചെയ്ത് അവനെ നന്നായി നോക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? തെറ്റൊന്നുമില്ല. നമ്മൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. നിങ്ങൾ തമ്മിൽ വഴക്കിട്ടു, ഈ പറയുന്ന പോലെ എല്ലാം വേണ്ടെന്ന് വെക്കുവാണ്. എന്നിട്ട് പിന്നീട് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ, അതായത് പരസ്പരം ഉപദ്രവിച്ച് ഒരാളും സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അത് സോഷ്യൽ മീഡിയ വന്നിരുന്നു വളരെ വൃത്തികെട്ട ഭാഷയിൽ അതിനെക്കുറിച്ച് ഓപ്പൺ ആയിട്ട് പറയുന്നു. 2 കൂട്ടരും പറയുന്നു. എനിക്കൊന്നു ആഷി കുറച്ചുകൂടെ മാന്യത കീപ്പ് ചെയ്തിരുന്നു, ജാസി അതിനേക്കാളും വൾഗറായിട്ടാണ് സംസാരിച്ചിരുന്നത് പുള്ളിക്കാരനെ കുറിച്ച്. എന്ത് വൾഗറായിട്ടാണ് കണ്ടത്? എന്റെ വൾഗറായിട്ട് തെറി പറയുന്നു, അതാണ് വൾഗർ എന്ന് ഉദ്ദേശിച്ചത്. അതായത് എനിക്കത് പറയാൻ ഇച്ചിരി ചമ്മലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് പറയാത്തത്. അതായത് ഈ ജാസി എന്റെ കൂടെ നടന്നു, എന്നെ ചെയ്തു, മറ്റത് ചെയ്തു, മറിച്ച് ചെയ്തു, എന്നെ ഉപയോഗിച്ചു. അത് എനിക്ക് ക്യാമറയുടെ മുമ്പിൽ പറയാൻ പറ്റില്ല, ഞാനൊരു ഇന്റർവ്യൂർ ആണല്ലോ, താങ്കളുടെ ഭാഷ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് അറിയില്ല. ഞാൻ ആ ലൈവ് ഞാൻ ഇപ്പൊ വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം. അതുകൊണ്ട് അത് സഭ്യമല്ലാത്ത ഭാഷ ആയതുകൊണ്ട് ഞാൻ കേൾപ്പിക്കാത്തത്. കാരണം നമ്മള് ചാനലിൽ എല്ലാവരും ചിലപ്പോൾ ആ ഒരു ദേശം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും.